നമസ്കാരം. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ക്ഷേത്രങ്ങൾ ഇതിനുള്ള ഇടമല്ല എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഉത്സവം സിനിമാ പാട്ട് പാടാനുള്ളതല്ലെന്നും ഭക്തിഗാനമാണ് പാടേണ്ടതെന്നും കോടതി പറഞ്ഞു. സ്റ്റേജിലെ ലൈറ്റിങ്ങിനെ കുറിച്ചും കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു. പണം കൂടുതലുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുകയാണ് ഉചിതം എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു ക്ഷേത്രോത്സവത്തിൽ എന്തൊക്കെയാണ് പാടേണ്ടത്, പാടേണ്ടാത്തത്, ഈ വിഷയത്തിനോടൊപ്പം ശ്രീ പി കെ ഗോപൻ CPIM, ശ്രീ GV ഹരി കോൺഗ്രസ്, ശ്രീ ഉല്ലാസ് ബാബു BJP, ശ്രീ രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ പി കെ ഗോപൻ. ആരാധനാലയങ്ങൾ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാതിരിക്കൽ എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ട ഒരു മാന്യതയാണ്. ഇന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നതും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതും ഒക്കെ CPMന്റെ നയമാണോ? എന്തായാലും ഇന്ന് കോടതി കൃത്യമായി നിശ്ചിതമായി ഈ കാര്യം പറഞ്ഞപ്പോഴെങ്കിലും, ഇത് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിർവ്യാജമായ ഒരു ഖേദപ്രകടനം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല ശ്രീ അഭിലാഷ്, ഇവിടെ ഖേദപ്രകടനത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടേയില്ല. കടക്കൽ ദേവീക്ഷേത്രം എന്നുള്ളത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ക്ഷേത്രവും വളരെ പ്രശസ്തമായ കടക്കൽ തിരുവാതിര എന്ന പരിപാടി ഉൾപ്പെടെ നടക്കുന്ന ആരാധനാലയവുമാണ്. അവിടെ ധാരാളം കരകളുള്ള ഒരു ക്ഷേത്രമാണ്. കരകൾ മാത്രമല്ല, ചില സംഘടനകളും അവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെ വ്യാപാരി വ്യവസായികൾ അവരേതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതോ ആയി വരുന്ന ഒരു പ്രസ്ഥാനമല്ല. അതുപോലുള്ള നിരവധി സംഘടനകൾ കടക്കൽ ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അത് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഒരു പരിപാടിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്ഷേത്രത്തിന് വെളിയിൽ നടന്ന പരിപാടി, ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ നടക്കുന്നത് ക്ഷേത്രത്തിന് പുറത്താണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ ആ ക്ഷേത്ര മൈതാനത്തേക്ക്, ആ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെടുന്ന ആളുകളും ഒക്കെ അവിടേക്ക് എത്തുമല്ലോ കലാപരിപാടി കാണാൻ. അപ്പോ താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ പതാകയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. DYFIയുടെയും പതാകകൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര പരിപാടിക്ക് ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികളുടെ CPIMന്റെയോ DYFIയുടെയോ എന്നല്ല, ഏത് പാർട്ടിയുടെയും ആവട്ടെ, പതാക ഇങ്ങനെ ഇത്തരത്തിൽ കാണിക്കുന്നത്, പതാകകൾ ഈ തരത്തിൽ ഷോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അതിനുള്ള വേദിയല്ല അത് എന്നുള്ളത് സാമാന്യമായ തിരിച്ചറിവ്. അഭിലാഷ് കണ്ടിട്ടില്ല, ഞങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. എവിടെ? അഭിലാഷ് കാണുന്നില്ല എന്നുള്ളത് എൻ്റെ കുറ്റമല്ല, ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, പകരത്തിന് പകരം പറയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ചിഹ്നങ്ങളോ പതാകകളോ ആരാധനാലയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നയമാണ് CPIMനുള്ളത്. മറ്റാരും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ആ നിരീക്ഷണം തെറ്റാണ് സാർ. ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല. ക്ഷേത്രങ്ങൾ വർഗീയവാദികൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. RSSന്റെ കൊടി ഉയരാത്ത എത്ര ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ? ഏത് കോടതിയാണ് കാണുന്നത്? RSSന്റെ കൊടി ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിൽ അതിൻ്റെ പരിസര പ്രദേശത്ത് കെട്ടുകയും അമ്പല കമ്മിറ്റിയുടെ ചെലവിൽ തന്നെ അത് ലൈറ്റിംഗ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആരാധനാലയം RSSന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിന് മറുപടിയായിട്ട് പറയല്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു വരികയാണ്. ഇത് CPIM അവിടെ കൊടി ഉയർത്തിയതല്ല. എന്താണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. അലോഷി പാടുന്നത് കേരളത്തിലെല്ലായിടവും അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മെലഡീസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പഴയകാല സിനിമാ ഗാനങ്ങളും പഴയകാല നാടക ഗാനങ്ങളും കേരളത്തിൽ പാടി പതിഞ്ഞിട്ടുള്ള ഗാനങ്ങളുമൊക്കെ ആളുകൾ അലോഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആ മെലഡീസ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, അതൊരു പുതിയ ശൈലിയിൽ ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ വന്ന് പാടിയത് ഗൗരി ലക്ഷ്മിയാണ്. ഗൗരി ലക്ഷ്മിയുടെ ബോഡി മാനറിസമൊക്കെ കേരളം ശ്രദ്ധിക്കുന്നതാണല്ലോ. അതിന് ആരാധകരുമുണ്ട്, വിമർശകരുമുണ്ട്. അവരും വന്ന് ഇതേപോലുള്ള പാട്ടുകൾ പാടി. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, CPMോ മറ്റുള്ളവരോ ഇത് പ്ലാൻ ചെയ്തവിടെ കൊടി കാണിച്ചതല്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൊടി കണ്ടു, ശരിയാണ്. അതിനെ വിമർശിക്കുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ പാട്ട് പാടിയപ്പോൾ എന്തിനു കാണിച്ചു ചോദ്യം വരാം. പക്ഷെ സംഭവിച്ചത് എന്താ? അല്ല, കേൾക്ക്, ഈ തരത്തിൽ പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ലായിരുന്നു എന്ന കാര്യം അങ്ങ് എഗ്രി ചെയ്യുമല്ലോ. RSSന്റെ ആയിക്കൊള്ളട്ടെ, മറ്റാരുടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതായിക്കൊള്ളട്ടെ.
അതാണല്ലോ നിങ്ങളുടെ നയം. ഞാനതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ക്ഷേത്രോത്സവത്തിൽ എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളും പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രോത്സവത്തിൽ പാർട്ടി പതാകകൾ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചത് ആ നിലയ്ക്കുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത് തെറ്റായി പോയി. ആ തെറ്റായി പോയി എന്ന കാര്യത്തിൽ ആർക്കാണ് ഒരു സംശയം ഉണ്ടാവേണ്ടത്? ഡിവൈഎഫ്ഐയുടെ കൊടി കണ്ടപ്പോൾ മാത്രം ഈ വിമർശനം ഉന്നയിക്കുന്നതിന്റെ ന്യായം എന്താണ്? അല്ല, ആരുടെ കൊടി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ആര് വിമർശിച്ചു? നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ RSSന്റെ കൊടി അമ്പലത്തിൽ കാണിക്കുന്നു പറഞ്ഞു ഒരു ദിവസം അല്ല, ഈ അമ്പലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിങ്ങളുടെ ചാനൽ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ചർച്ച നടത്തിയിട്ടുണ്ടോ? കൊടി കാണിച്ചു എന്ന് പറഞ്ഞു. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം അന്നത്തെ ദേവസ്വം മന്ത്രി ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖകൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സമയത്ത് പി ജയരാജൻ അടക്കം പങ്കെടുത്ത് ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പോഴും ക്ഷേത്രത്തിൽ RSSന്റെ കൊടി ഉണ്ടെങ്കിൽ, ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ ഉണ്ടെങ്കിൽ ഞാനാണോ മറുപടി പറയേണ്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവർ ഉത്തരം പറയണം. സർക്കാരിന് അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നല്ലോ. പാടില്ല എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് നടക്കുന്നില്ല, ഞാനെന്ത് ചെയ്യാനാ? അത് നിങ്ങളല്ലേ നടത്തേണ്ടത്. ക്ഷേത്രം ഭരിക്കുന്ന ആളുകൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരാ ഭരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ RSS കൊടി പൊക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞാട്ടെ കേട്ടോ. അല്ല, നിങ്ങളുടെ ചർച്ചയിൽ എന്താ അത് വരാത്തെന്നാ ചോദിച്ചേ? അത് ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിലൊക്കെ CPM-നെ മാത്രം നന്നാക്കി എടുത്താൽ മതിയോ? അല്ലല്ല, ചർച്ച ചെയ്യേണ്ട സന്ദർഭങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ തെളിയിക്കണോ? RSS ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പതാക ഇപ്പോഴും ഈ സെക്കൻഡിലും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പതാക ഉയർത്തുന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആരാണ്? ക്ഷേത്രങ്ങളിലും അവർ പതാക കെട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് CPM-ന്റെ പരിപാടിയെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ദേവസ്വം ബോർഡ് ആരാണ് ഭരിക്കുന്നത്? കഴിഞ്ഞാൽ ഏത് പാട്ടിനും അലോഷി ഇന്നത്തെ കാലത്ത് മ്യൂസിക്കും വിഷ്വലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പാട്ട് പാടാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ പാട്ട് പാടുമ്പോൾ ആ വിഷ്വൽ സ്ക്രീനിൽ തെളിയും, LED വാളിൽ തെളിയും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടാണത്. അത് CPM-കാർ അവിടെ ഞങ്ങളുടെ കൊടി കാണിക്കണം, DYFI ഞങ്ങളുടെ കൊടി കാണിക്കണം എന്ന് അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. അലോഷിയുടെ പാട്ടിനകത്ത് ഏത് പാട്ട് പാടിയാലും ആ പാട്ടിനെ ബന്ധപ്പെടുത്തുന്ന വിഷ്വൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സംഭവിച്ചതാ അത്. കടക്കൽ ദേവീക്ഷ നല്ല സ്വാധീനമാണ് കടക്കൽ. ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് CPM-ന്റെ പതാക കാണിച്ചിട്ട് വലിയ മൈലേജ് ഉണ്ടാക്കണ്ട. അല്ല, അതിപ്പോ എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ ഹിന്ദുത്വ പോപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് നാട്ടിൽ, എച്ച് പോപ്പ് എന്നറിയപ്പെടും. അപ്പോൾ അങ്ങനത്തെ അതിന്റെ ഒരു ഗായകനെ ഒരു RSSന് സ്വാധീനമുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവരുടെ കച്ചുവയും മറ്റു പാട്ടുകളും ഒക്കെ അങ്ങ് പാടിപ്പിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് അതപ്പോ അവർ പാടിയ പാട്ടല്ലേ, ഗായകൻ കൊണ്ടുവന്ന് CD ഇട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കുമോ? ഇത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചേ. അങ്ങാണ് അങ്ങനെ വിശദീകരിച്ചത്. അലോഷി എന്ന് പറയുന്ന ആൾ ഇങ്ങനെയാണ് പാടുന്നത്, ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യേണ്ട വിഷയം പുള്ളി കൊണ്ടുവന്നുണ്ട്. അതുപോലെ എക്സ്പോപ്പുകാരൻ വന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തിൽ പാടിയാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? അവസാനം ശ്രീ അഭിലാഷൻ അറിയാമല്ലോ, അത് ചെങ്കൊടി എടുത്ത് കാണിക്കുകയാണ്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും പാർട്ടി പൊളിറ്റിക്സിന്റെ പേരിൽ ആരെങ്കിലും കണ്ടോ? ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ പാർട്ടി പൊളിറ്റിക്സ് പാടില്ല. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. അതിനോടൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറയുക ചെയ്തത്. അതുകൊണ്ട് അത് ന്യായീകരിക്കത്തക്കതാണ്. അതിൻ്റെ പിറകിൽ പതാകകൾ കണ്ടത് ന്യായീകരിക്കത്തക്കതാണെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. അത് സംഭവിച്ചതിൻ്റെ കാര്യം പറയുകയാണ് ചെയ്തത്. അവിടെ രാഷ്ട്രീയം വളർത്താൻ അമ്പലം ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് വിശ്വാസികളെയും ആരാധകരെയും സഹായിക്കാനുള്ള ഇടപെടലല്ലാതെ ദ്രോഹിക്കാനുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തുന്നില്ല. ഏത് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിലും അങ്ങനെ തന്നെയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് അതല്ല. ശരി, അങ്ങനെയെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് സമ്മതിക്കുമല്ലോ. അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞ വർഷം മറ്റൊരു ഗായികയുടെ സോങ്ങും സമാനമായ വിധത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ആവർത്തിച്ചുള്ള 2 വർഷങ്ങളിലും ഇങ്ങനെ ഉണ്ടായല്ലോ. അപ്പൊ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വർഷങ്ങളിലും ശരി, എല്ലാ വർഷങ്ങളിലും ഇങ്ങനെയാണ് എങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് അംഗീകരിക്കുകയും ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നൊരു തീരുമാനം നടത്തിയാൽ ആ ഗാനമേളയ്ക്ക് വന്നിരിക്കുന്ന ഒരു പാട്ട് ആവശ്യപ്പെട്ടാൽ ഗായകൻ പാടും. പക്ഷെ ഇതുപോലെ ലൈറ്റ് സെറ്റിംഗ് ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏത് പാട്ടും പാടും, വിപ്ലവഗാനം പാടും. സിനിമയിലൊക്കെ ധാരാളം വിപ്ലവഗാനം ഉണ്ട്. ഇപ്പൊ കോടതി നിരീക്ഷണത്തിൽ തന്നെ വിപ്ലവഗാനം പാടില്ല, സിനിമാ ഗാനം പാടാൻ പാടില്ല. സിനിമയിൽ എത്രയാ ഭക്തിഗാനങ്ങൾ? കേരളത്തിലെ സിനിമാ ലോക സംഭാവന ചെയ്ത അത്ര ഭക്തിഗാനം വേറെ ഏത് മേഖലയിലും പ്രശ്നം. അപ്പൊ നമ്മൾ നിരീക്ഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടി പരിഗണിക്കണം. അല്ല, ഒരു ക്ഷേത്രത്തിൽ
ക്ഷേത്രമോ പള്ളിയോ മോസ്കോ എന്തും ആവട്ടെ, ഏത് ആരാധനാലയം ആവട്ടെ, അവിടെ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ വേദിയായി ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ ഇടം മാറുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അങ്ങ് പൂർണ്ണമാക്കാൻ സമ്മതിച്ചില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എന്ത് ജാഗ്രത കാണിക്കും? അതാണ് എന്റെ ചോദ്യം. പ്രൊപ്പഗൻഡയ്ക്ക് വേദിയായിട്ട് ഒരു ആരാധനാലയം മാറിക്കൂടാ. മാറിക്കൂടാ. നല്ല പോയിന്റ്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ടാണ് താങ്കളും മറ്റു പലരും ഉറച്ചു നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ആരാധനാലയങ്ങൾ വർഗീയമായിട്ടും മറ്റും ഉപയോഗിക്കുമ്പോഴും മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഉപയോഗിക്കുമ്പോഴും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവ യാതൊരു പ്രശ്നവുമില്ല. അത് ചുവന്ന കൊടിയായി പോയതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യുന്നതിനോടെ ഉള്ളൂ വിയോജിപ്പ്. അല്ലാതെ ചുവന്ന കൊടി എന്റെ ചോദ്യം ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിക്കുമോ എന്നുള്ളതായിരുന്നു. അങ്ങ് അത് അഡ്രസ് ചെയ്തില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ പറ്റില്ല എന്ന് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ദേവസ്വം ബോർഡ് തീരുമാനിക്കണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ദേവസ്വം മന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ദേവസ്വം ബോർഡ് അങ്ങനെ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും ഉണ്ട്. അപ്പൊ അങ്ങ് ഇതിപ്പോ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണല്ലോ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അങ്ങ് പറയുന്നത് ആ ക്ഷേത്രങ്ങളിലൊക്കെ നിർബാധം ഈ പറഞ്ഞ RSSന്റെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ അതിൽ ആരാണ് കുറ്റക്കാർ? ആർക്കാണ് അവിടെ വീഴ്ച വന്നിട്ടുള്ളത്? ഇത് ഒഴിവാക്കുമെന്ന് പറഞ്ഞ നിങ്ങളാണ് അതും ഉത്തരം പറയേണ്ടത്. അതിനും വ്യക്തത വരുത്തേണ്ടത് ഞാനല്ല. ഇവിടിപ്പോ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമമല്ലേ ചർച്ച നടത്തുന്നത്. നിങ്ങൾ അന്നേരം എന്താണ് മുഖം തിരിഞ്ഞു നിന്നാണ് ഞാൻ ചോദിച്ചേ. എന്നേരം അല്ലെങ്കിൽ നാളെ നിൽക്കും. ഇപ്പോഴും നടക്കുന്നുണ്ടത്, നാളെ നടക്കും. അങ്ങനെ ഇപ്പോ ഈ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതാവട്ടെ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി കാണിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാട്ടുപാടി എന്നുള്ളതല്ല പ്രശ്നം. കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് അസ്വസ്ഥത. അങ്ങനെ വിചാരിക്കണ്ട. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുടെ വേദി ആവേണ്ടതല്ലല്ലോ പൊതു ആരാധനാലയങ്ങൾ പൊതുവാണ്. അത് എല്ലാ മനുഷ്യർക്കും പക്ഷേ അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ആരംഭിക്കുമ്പോഴാണ് ചോദ്യം ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയുടെ ആയാലും പ്രശ്നമാണ്. അപ്പോ എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ് അത് മൊത്തത്തിലെടുത്ത് ചർച്ച ചെയ്യണം. അങ്ങനെ തന്നെയാണ്. CPM-ന്റെ മാത്രമായിട്ട് എടുത്ത് ചർച്ച ചെയ്തത്. CPM-ന്റേതാണല്ലോ ഇപ്പൊ ഉദാഹരണം ഉള്ളത്. കടക്കൽ ദേവീ ക്ഷേത്രത്തിൽ ഉണ്ടായത് എല്ലാം ആണ് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പാടില്ല എന്നുള്ളതല്ല. പറ്റില്ല. നിങ്ങളുടെ ക്യാമറയിലേ ഇരിക്കുന്നേ. ഞാൻ തരാം വിഷ്വല്. എന്റെ ചോദ്യം അല്ല, വിഷ്വൽ അയച്ചോളൂ, കാണിക്കാം. എന്റെ ചോദ്യം എന്റെ ചോദ്യം രാഷ്ട്രീയ പ്രചാരണത്തിന് ആരാധനാലയങ്ങൾ വേദിയാകാതിരിക്കാനുള്ള എന്ത് ജാഗ്രത ഈ സംഭവത്തെ തുടർന്ന് കാണിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന്റെ വേദിയാക്കാൻ ഒരു ആരാധനാലയത്തോടും CPM ഒരു സമീപനം സ്വീകരിക്കില്ല. പാർട്ടി പൊളിറ്റിക്സിന്റെ വേദിയാക്കാൻ ഒരാരാധനാലയം വേണ്ട എന്നുള്ള നിലപാടാണ് ഞങ്ങൾ. ഒരാരാധനാലയത്തിലും പാർട്ടി രാഷ്ട്രീയം വേണ്ട. അതിനോട് യോജിപ്പാ. ശരി, ഓക്കെ. ഒരു ആരാധനാലയത്തിലും പാർട്ടി രാഷ്ട്രീയം വേണ്ട എന്നുള്ളതാണ്. ഇവിടെ ശ്രീ GV ഹരി ഇന്നിപ്പോൾ ഹൈക്കോടതി വടിയെടുത്തിരിക്കുകയാണ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. നമുക്കതെല്ലാം കുറച്ച് കഴിഞ്ഞ് ചർച്ച ചെയ്യാം, സവിസ്തരം ചർച്ച ചെയ്യാം. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളും അവരുടെ പ്രചരണ ഉപാധികളും അവരുടെ പാട്ടുകളും ഒന്നുമല്ല ക്ഷേത്രത്തിൽ വേണ്ടത് എന്ന് കോടതി പറയുമ്പോൾ അതെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായും അങ്ങനെ എല്ലാവരും സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? അഭിലാഷേ, നമ്മുടെ ഒരു നില കൊടിയോ ചോരണങ്ങളോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളോ ഒന്നും ആരാധനാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് ഹൈന്ദവ ആരാധനാലയങ്ങൾ മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ അമ്പലങ്ങളും ദൈവങ്ങളും ഒക്കെ വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്, അല്ലെങ്കിൽ പാർട്ടി അതിനെ കാണുന്നത്. മതവും അങ്ങനെ തന്നെ. അതിനകത്ത് ഈ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ശ്രീ ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. അത് BJP ആണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാ അമ്പലങ്ങളിലും BJPയുടെ പല കൊടികളും, ഇപ്പോൾ ഏറ്റവും അവസാനമായി തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാക്കാൻ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പല പ്രദേശങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ ഭാഗമായി അവിടെ കുടികൊണ്ടുപോയി കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള തുടക്കക്കാരായിട്ട് ഞാൻ കാണുന്നത് BJP ആണ്. BJP ഇതിനെ മതപരമായി ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല.
അതിനെ വളരെ കൃത്യമായി പ്രതിരോധിക്കാനായി ഒരു കാലഘട്ടത്തിൽ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നു. അതാണ് നേരത്തെ അഭിലാഷ് വളരെ കൃത്യമായി സൂചിപ്പിച്ചത്. RSSന്റെ ശാഖകൾ കേരളത്തിലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിന്ന് ഇറക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. അത് കൃത്യമായി ഹൈക്കോടതി വിധിയുണ്ടായി. ആ വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഗോവനാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യന്റെ സ്വകാര്യമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഈ എന്തിനാണ് രാഷ്ട്രീയം നടത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കടക്കൽ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഈ അമ്പലങ്ങൾ സ്വാഭാവികമായിട്ട് ഈ ഉത്സവത്തിന്റെ സമയത്ത് നമുക്കറിയാവുന്ന പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കും. ഉത്സവ കമ്മിറ്റികൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റികളാണ് ഉണ്ടാക്കുക. ആ ഉത്സവ കമ്മിറ്റികൾക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ രക്ഷകർത്തത്തിലാണ് ഉണ്ടാവുക. പല അമ്പലങ്ങളിലും അങ്ങനെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ, ദേവസ്വം ബോർഡ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിന്റെ അമ്പലങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രോപദേശക സമിതി എന്നൊരു സംവിധാനമുണ്ട്. അതുകൂടാതെ ഉത്സവ കമ്മിറ്റികളുണ്ട്. ആ ഉത്സവ കമ്മിറ്റികൾ കാണിക്കുന്ന പേക്കൂത്തുകൾ എന്ന് പറയുന്നത്, അവിടെ നടത്തുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിനും യോജിച്ചതല്ല എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. 2 ഉദാഹരണങ്ങൾ ഞാൻ അഭിലാഷിന്റെ മുമ്പിൽ പറയാം. ഒന്ന്, തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് വന്നു. വലിയ പ്രശ്നമായി, അലങ്കോലമായി, വളരെ മ്ലേച്ഛമായ തരത്തിലുള്ള പരിപാടിയായി. എന്താ സംഭവിച്ചത്? ട്രസ്റ്റ് തീരുമാനിച്ചു ഇനി മുതൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ അമ്പലത്തിനകത്തേക്ക് കയറ്റില്ല എന്നവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി മിമിക്സ് പരേഡും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമാറ്റിക് ഡാൻസും അമ്പലത്തിലില്ല. ബാക്കിയുള്ള ആ കുട്ടികളുടെ മോഹിനിയാട്ടം, അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികൾ, ഗാനമേള അടക്കമുള്ള പരിപാടികൾ അവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ അവരവിടെ ബാൻ ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൾച്ചർലെസ് പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്പലം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ അവിടെ ഉണ്ടാകേണ്ട എന്താ? നമുക്ക് ക്ഷേത്രകലകളില്ലേ, നമുക്ക് കഥകളി ഉണ്ടല്ലോ, നമുക്ക് ചാക്യാർ കൂത്തും നങ്ങ്യാർ കൂത്തും ഉണ്ടല്ലോ, നമുക്ക് ഇനി വലിയ തമാശ വേണമെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലുണ്ടല്ലോ. ഇങ്ങനെയുള്ള ക്ഷേത്രകലകൾ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ പോലും നടപ്പാകുന്നില്ല അഭിലാഷേ. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ എല്ലാ വർഷവും താങ്കൾക്ക് അറിയാവുന്നതാണ്, മന്നം ജയന്തി നടക്കാറുണ്ട്. മന്നം ജയന്തി എല്ലാ വർഷവും നടക്കുമ്പോൾ അതിന്റെ 2 ദിവസത്തെ ഈ പരിപാടിയുടെ 1 ദിവസത്തെ പരിപാടിയിൽ ഞാൻ എപ്പോഴും നോട്ടീസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് മേജർ സെറ്റ് കഥകളി. അപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറിയോട് ആരോ ചോദിച്ചു, ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടാവേണ്ട ഗാനമേളയൊക്കെ വരേണ്ടത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു സംസ്കാരമുണ്ട്, ഒരു സമൂഹത്തിനൊരു സംസ്കാരമുണ്ട്. ആ സമൂഹത്തിന് മാത്രമല്ല പ്രസ്ഥാനങ്ങൾക്ക് സംസ്കാരമുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം കുറവാണെങ്കിൽ പോലും നമ്മൾ ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ ആ കലകൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഇതെന്തുകൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുന്നില്ല? ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലും, സ്വകാര്യ അമ്പലങ്ങൾ പോട്ടെ, ഇപ്പൊ കടക്കൽ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെങ്കിലും ദേവസ്വം ബോർഡ് കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. അവിടെ ക്ഷേത്രകലകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആർക്കാണ് ഇത്ര പ്രയാസം? അങ്ങനെയുള്ളവരെ ഏതെങ്കിലും വലിയ ഓഡിറ്റോറിയം എടുത്ത് അവിടെ പരിപാടി നടത്തുന്നേ. ക്ഷേത്രങ്ങളെ ഇത്തരത്തിൽ പേക്കൂത്ത് കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ നമ്മൾ തയ്യാറല്ല. അത് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിൽ എന്ത് കലാപരിപാടികൾ നടക്കണമെന്നുള്ളത് അത് കമ്മിറ്റികൾക്ക് തീരുമാനിക്കാം. അക്കാര്യത്തിൽ നമുക്ക് ഒരു ഡിബേറ്റ് ആവാം. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് രാഷ്ട്രീയ പാർട്ടിയും അവിടെ അവരുടെ ആശയപ്രചരണത്തിന് അമ്പലത്തെ ആവട്ടെ, പള്ളിയെ ആവട്ടെ, മോസ്കിനെ ആവട്ടെ ഉപയോഗിക്കുന്നത് ശരിയല്ല. അത് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ശരിയല്ലാത്തൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, മതത്തെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം വിലക്കുന്നതുമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സത്ത എന്ന് പറയുന്നത് തന്നെ മതേതരത്വമാണല്ലോ. പക്ഷേ ഉല്ലാസ് ബാബു, ഇവിടെ CPM ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല, അവിടെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നിപ്പോൾ CPM പ്രതിനിധി പറയുന്നുണ്ട്. പക്ഷേ അവർ വളരെ മൂർത്തമായി ഉന്നയിക്കുന്നൊരു വിഷയം, പല ക്ഷേത്രങ്ങളും BJP അവരുടെ ആശയപ്രചരണത്തിന് വേദിയാക്കുന്നുണ്ട്. BJPയും വിവിധ പരിവാർ സംഘടനകളും RSS മുതൽ ബജ്രംഗ് ദൾ വരെ ക്ഷേത്രങ്ങളുടെ വളപ്പുകൾക്കകത്തു വരെ അവരുടെ ബൂത്തുകളോ ഓഫീസുകളോ ഒക്കെ വെക്കുകയും കൊടിതോരണങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമായി കാണുന്നുമില്ല. അപ്പോൾ ആദ്യം ഈ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ടത് നിങ്ങളല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, BJPയുടെ കൊടി ഏത് ക്ഷേത്രത്തിലാണ് ഉയർത്തിയത് അഭിലാഷ് കണ്ടിട്ടുള്ളത്? ഒന്ന് പറഞ്ഞ്. BJPയുടെ കൊടി കൊടി ഉയർത്തിയിട്ടുണ്ടോ? ഭഗവത് ധ്വജം പലതും പറയാം. ഗോപൻ പറഞ്ഞല്ലോ ആധികാരികത. ഗോപന്റെ പാർട്ടിയിലെ
അല്ല, ഗോപന്റെ പാർട്ടിയിലെ ദീപു 4 ദിവസം മുൻപ് നടന്ന ചർച്ചയിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. ഓൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ജനങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ പാടിയ പാട്ടാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കുക, അവിടെ LED വോൾ ആയിക്കോട്ടെ, ബ്ലൈൻഡേഴ്സ് ആയിക്കോട്ടെ, ഷാർപ്പി ആയിക്കോട്ടെ, ഇത്യാദി കാര്യങ്ങളായിക്കോട്ടെ, ഇവർക്ക് തോന്നിയങ്കാവ് പോലെ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് ഇവർക്ക് വിശ്വാസമില്ലെന്ന്. ഇവർ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷേത്രോത്സവം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ കമ്മിറ്റിയിൽ കയറി പറ്റുക, ഇത്യാദി കാര്യങ്ങൾ നടത്തുക. ഈ കടക്കിലെ ദേവി ക്ഷേത്രത്തിൻ്റെ ഏരിയ അഭിലാഷം നേരിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇപ്പോൾ ദുർഗാദാസ് ആണെങ്കിലും, പ്രശോഭാണെങ്കിലും, ജയനാണെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രവീന്ദ്രനാണെങ്കിലും, ഇവരൊക്കെ അവിടെ ഇവരുടെ പാർട്ടി ഗ്രാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു വലിയൊരു പാർട്ടി ഗ്രാമം കൊണ്ടു നടക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇവർ ക്ഷേത്രത്തിനും കൈകാര്യം ചെയ്യുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ DYFIയുടെ പേരെഴുതിയിട്ടുള്ള ഒരു LED വാളിനകത്ത് അതിൻ്റെ കൊടി വരിക, അതനുസരിച്ച് പാട്ടുകൾ പാടുക. എവിടെ അഭിലാഷ് കേട്ടിട്ടുള്ള ഗാനമേളയ്ക്ക് ഇത്ര കാലമായിട്ട് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ നാഥന എന്നുള്ള പാട്ട് ഇവർ പാടട്ടെ അവിടെ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ഭക്തിഗാനങ്ങളോ പാടട്ടെ. വലിയ മതേതരത്തിൻ്റെ വക്താക്കളാണല്ലോ. അങ്ങനെയൊന്നുമല്ല അഭിലാഷ്. ഇവിടെ വിശ്വാസമില്ലാത്തവരാണ് ഇവരെ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരികളുടെ അടിവസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ കുളിച്ച് ഇറനെടുക്കുന്നവർ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞവരാണ്. ഇവരൊരു കാലഘട്ടത്തിൽ അയ്യപ്പന് കടുക്കാവെള്ളം കുടിപ്പിക്കണമെന്ന് പറഞ്ഞവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രവും ക്ഷേത്ര മൈതാനങ്ങളും ഒക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനത്തിൻ്റെ മണ്ഡലമായി ഉപയോഗിച്ച് അതിലൂടെ ആളുകളെ പിടിച്ചിരുത്തി അവർക്ക് 10 വോട്ട് മേടിച്ചെടുക്കാനുള്ള ഒരു മേഖലയാക്കി മാത്രമാണ്. പിന്നെ ഇവർക്ക് എവിടെ വിശ്വാസം? ഇവർ വിശ്വാസികളല്ലല്ലോ. ഇവർ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രോത്സവങ്ങളെക്കുറിച്ചും ക്ഷേത്രോത്സവ നടത്തിപ്പുകളൊക്കെ ഇവർ പരിപൂർണമായിട്ട് എതിർക്കണമെന്നും അത് അവിടുത്തെ ഫുട്ബോൾ കേന്ദ്രമാക്കണം, ഗ്രൗണ്ടാക്കണമെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രസംഗിച്ച് നടന്നവരല്ലേ. ഇന്ന് അവർ ഉത്സവ കമ്മിറ്റിക്കാരുമായിട്ട് മാറുന്നത് വിശ്വാസികളല്ലാത്ത ഇവർ വിശ്വാസികളുടെ ഇടയിൽ കയറിക്കൂടി ഇവരുടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ കൊടികളും രാഷ്ട്രീയ ശൈലികളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കുഴപ്പമില്ല, അതങ്ങനെ ആവട്ടെ. എന്റെ ചോദ്യം, ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPM-ന്റെ പതാകകളും ചിഹ്നങ്ങളും ഒക്കെയാണ് ഇവിടെ കടക്കലിൽ കണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവർക്കും നടത്താൻ ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങളുടെ സംഘടനകളുടെ കൊടിയും തോരണവും പ്രചരണവും ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് എന്ന നിലപാട് പറയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, ക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നടപ്പിലാക്കേണ്ട സ്ഥലമാണ്. അവിടെ വിശ്വാസികളുടെ മൂല്യങ്ങളും വിശ്വാസികളുടെ ആചാരങ്ങളും നടപ്പിലാക്കേണ്ട സ്ഥലം തന്നെയാണ്. ആ ദൈവികമായിട്ടുള്ള ഏറ്റവും വലിയ പുണ്യഭൂമിയായി കാണേണ്ട കാര്യമാണ്. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളെ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ഏഴായിലക്കത്ത് CPM വരുന്നില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ക്ഷേത്ര പരിസരങ്ങളും പരിപൂർണമായി പരിപാലിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ഭംഗിയായി നിലനിർത്തി പോകേണ്ടതാണ്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇവിടെ ഇല്ലല്ലോ. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ കൊടിതോരണങ്ങളും പ്രചരണ സാമഗ്രികളും പ്രചരണവും അമ്പലപ്പറമ്പിൽ വേണോ? വളരെ സ്പെസിഫിക് ആണ്. അല്ലാതെ ആചാരം സംരക്ഷിക്കണോ വേണ്ടോ എന്നൊന്നും അല്ലല്ലോ നമ്മുടെ ചർച്ച. അല്ലെന്ന് ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് പരിപൂർണമായി രാഷ്ട്രീയങ്ങൾക്ക് CPM ഇപ്പം ചെയ്ത പോലെയുള്ള പേക്കൂത്തുകൾ ചെയ്യാനുള്ള വേദിയല്ലെന്ന് ഒരു സംശയവുമില്ല. എന്തായാലും സംശയം? BJPയും RSSും അല്ലെങ്കിൽ സംഘപരിവാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, GV ഹരി അടക്കം, അത് BJPയിലേക്കോ സംഘപരിവാറിലേക്കോ കടിക്കാൻ വരേണ്ട സാർ. പരിപൂർണമായി വിശ്വാസികളുടെ മേഖലയാണ്, വിശ്വാസികളെ അംഗീകരിക്കേണ്ട സ്ഥലമാണ്. വിശ്വാസികൾക്ക് പരിപൂർണമായിട്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ ാക്കേണ്ട സ്ഥലം തന്നെയാണ് ക്ഷേത്രങ്ങൾ. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടതുപക്ഷം പെടുന്നില്ല. അവർ ആ പരിപൂർണ്ണ വിശ്വാസത്തെ എതിർക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ പ്രോപ്പഗാൻഡയ്ക്ക് ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ എന്നുള്ളത് തന്നെയാണ് BJPയുടെ അഭിപ്രായം. ശരി, ഓക്കെ, അടുത്ത റൗണ്ടിൽ വരാം. രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ
കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഈ പരിപാടി കൊണ്ട് ഇതിങ്ങനെ ഒരു സജീവമായ ചർച്ചയാണ്. പക്ഷേ ഈ ആരാധനാലയങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് പ്രശ്നമാണ്. അവിടങ്ങളിലെ വേദികളിൽ ഉയരുന്ന പ്രസംഗങ്ങളുടെ കണ്ടന്റ് പോലും, ഞാൻ ഹിന്ദു ആരാധനാലയങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മതപരമായ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ മതപരമായ ഇത്തരം വേദികളിൽ പൊതുവെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ പറയുന്നത് എന്ത്, പ്രവർത്തിക്കുന്നത് എന്ത് എന്നുള്ളത് ഗൗരവതരമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതിൽ തർക്കമുണ്ടോ? ആർക്കും അതിന് തർക്കം കാണില്ല. ആർട്ടിക്കിൾ 25-26 പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഭരണഘടനയിലെ വിശ്വാസ സ്വാതന്ത്ര്യ പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ അമ്പലവും പള്ളിയും മസ്ജിദും മോസ്കും ചർച്ചും എല്ലാം പ്രവർത്തിക്കുന്നത്. ഓരോ ഡിനോമിനേഷനും, കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്ന വാക്ക് ഡിനോമിനേഷൻ എന്നാണ്, അല്ലെങ്കിൽ ഓരോ വിഭാഗവും തങ്ങളുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി പുതിയ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനും അവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ നടത്താനും പൂർണ്ണമായ അവകാശം നൽകുന്നു. അവിടെ നമ്മൾ എടുക്കേണ്ട സമീപനം എന്താണ്? ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹം ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും പാർട്ടിക്ക് അതീതമായ ഒരു ഹിന്ദു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹം ക്ഷേത്ര സംരക്ഷണത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അമ്പലത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരനും BJP-കാരനും കമ്മ്യൂണിസ്റ്റുകാരനും അല്ല, ക്ഷേത്രവിശ്വാസി മാത്രമാണ്, അല്ലെങ്കിൽ ആ പ്രത്യേക തരത്തിന്റെ വിശ്വാസി മാത്രമാണ്. നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ക്ഷേത്രത്തിന് വെളിയിൽ ചെരുപ്പിനെ പോലെ അഴിച്ചു വെച്ചിട്ട് വരണം എന്ന്. ആ രീതിയിലുള്ള സമീപനം എല്ലാവർക്കും വേണം. അമ്പലങ്ങൾ തീർച്ചയായും ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ ആണ്. ഈ വിദ്വേഷ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറവാണ്, പക്ഷേ പലപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകാറും. അതുകൊണ്ട് അമ്പലങ്ങളിൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടക്കുകയുണ്ടായി. നമ്മൾ കണ്ട ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മുടെ തിരുവനന്തപുരം മുസ്ലിം പള്ളിയുടെയും ക്രിസ്ത്യൻ പള്ളിയുടെയും ഒക്കെ സഹകരണത്തോടെയും അവരാണ് ഹിന്ദു സ്ത്രീകൾക്ക് ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. ആ രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പുഷ്പനെ അറിയാവുന്നുള്ള നല്ല പാട്ടാണ്, അല്ലെങ്കിൽ ചോരവീടോ ബലികുടീരങ്ങളോ ഒക്കെ നല്ല പാട്ടാണ്. പക്ഷേ അത് അമ്പലത്തിൻ്റെ ഉള്ളിലല്ല പാടേണ്ടത്, അല്ലെങ്കിൽ അമ്പലവുമായി അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലല്ല. ഇപ്പം CPM-ന്റെ ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിൽ ഒരു ഗീതം പാടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. കാര്യം അത് ഓരോ സ്ഥാപനങ്ങൾക്കും ഒരു മൂല്യ സമ്പ്രദായമുണ്ട്. ആ മൂല്യ സമ്പ്രദായത്തെ ലംഘിക്കുന്നതാവരുത് അവിടുത്തെ സംഗീതമാകട്ടെ കലയാകട്ടെ തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെയാണ് ശ്രീ ഗോപൻജി അടക്കമുള്ള സഖാവ് ഗോപൻ അടക്കമുള്ള ആൾക്കാർ അത് ശരിയായില്ല, ഒരു ഖേദപ്രകടനം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ആ അമ്പലത്തിന്റെ ആകട്ടെ പള്ളിയുടെ ആകട്ടെ മസ്ജിദിന്റെ ആകട്ടെ ആ വിശ്വാസപരമായ ഒരു ഇന്റഗ്രിറ്റി നമ്മൾ ലംഘിക്കാൻ നോക്കുന്നതിൽ അർത്ഥമില്ല. ഇനി നേരത്തെ ശ്രീ ഗോപൻ പറയുകയുണ്ടായി അവിടെ അപ്പം പല ആൾക്കാരും ചെയ്യുന്നില്ല. ഇപ്പൊ ശബരിമലയിൽ നമ്മുടെ വാവൂർസ്വാമിയെ കുറിച്ച് ചില ആൾക്കാർ കള്ളം പറയുകയുണ്ടായി. ആരും അതിനെ അംഗീകരിച്ചില്ല. വാവൂർസ്വാമിയുടെ പള്ളിയിലും അമ്പലത്തിലും ആൾക്കാർ കൂടിയേ പോകുന്നുള്ളൂ. അപ്പൊ ഇതിനൊന്നും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസത്തിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്. അതിനെ ഉയർത്തിപ്പിടിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ എന്താണ് ഈ ക്ഷേത്രത്തിന്റെ റൈറ്റും കൂടെ നമ്മൾ നോക്കണം. നമ്മുടെ ദേവൻ മൈനറാണ്, ഡെയിറ്റി അല്ലെങ്കിൽ ദേവത എന്നാണ് പറയുന്നത്. ആ ദേവത മൈനറാണ്. DT-യുടെയും ഡിവോട്ടിയുടെയും ആണ് ആ പ്ലേസ്. അതായത് ദേവതയുടെയും ഭക്തരുടെയുമാണ് ആ പ്ലേസ്. അവർക്കാണ് അതിനുമേൽ റൈറ്റ് ഉള്ളത്. അതിലേക്ക് കക്ഷി രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും കൊണ്ടുവരാതെ ആത്മീയത, കല, സംസ്കാരം, നേരത്തെ ശ്രീ ഹരി പറഞ്ഞതുപോലെ കഥകളി, തെയ്യം, കൂടിയാട്ടം, പഞ്ചവാദ്യം, മുടിയേറ്റ് അടക്കമുള്ള ഒരുപാട് ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ആത്മീയതയുമായിട്ട് വേദങ്ങൾ, തന്ത്രശാസ്ത്രം, പുരാണങ്ങൾ, ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ അറിയാനും പഠിക്കാനും കഴിയും. പണ്ട് മുതലേ ക്ഷേത്ര കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ക്ഷേത്രങ്ങൾ വരാറുണ്ട്. അതേ സമയത്ത് തന്നെ പുറത്ത് ഗാനമേളയും മിമിക്രിയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. നമ്മളതിനെ ഒരു സദാചാര പോലീസ് ചെറിയൊരു പ്രശ്നമേ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വലിയ സിനിമയിലൊക്കെ എത്തിയിട്ടുള്ള കലാകാരന്മാർ ആദ്യം പറയുന്നത് അവരുടെ അമ്പലപ്പറമ്പിലെ ഓർമ്മകളാണ്. നമ്മുടെ ശ്രീ സലിം കുമാർ, അദ്ദേഹം സലിം കുമാർ നമ്മുടെ എനിക്ക് തോന്നുന്നു ജയറാമും ദിലീപും ഒരു ചേട്ടാ എന്റെ നാട്ടിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഒരാൾ വിളിച്ചാണ് അവിടെ പോയെന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോട് സംസാരിക്കുന്നുണ്ടായി. മിമിക്രി ഒന്നും കുഴപ്പമില്ല, പക്ഷേ പുതിയ കാലത്തേക്ക് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കുറച്ച് ഓവർ ആകാറുണ്ട്. ഇപ്പൊ ഡാഡി, ഞാൻ കണ്ടൊരു അമ്പലത്തിൽ ഞാൻ നിരുത്സാഹപ്പെടുത്തിയാണ്, ഡാഡി മമ്മി വീട്ടിലില്ലേ, തടയപ്പോടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് അമ്പലത്തിൽ ഒരു സിനിമാ ഡാൻസ് കളിക്കുന്നു. പാട്ടാണ് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലുമേ അതിനൊരു അരോചകത്വം ഉണ്ട്. അപ്പം ചില മുന്നേ ബദിനാമു, ഈ ഡാർലിംഗ് തേരെ ലിയെ പോലുള്ള പാട്ടുകളല്ല അമ്പലത്തിലുണ്ട്. അമ്പലത്തിൽ ഹൈ എനർജി സോങ് വരണമെങ്കിൽ വേലുമുരുക കളിച്ചാൽ കുഴപ്പമില്ല. അപ്പം ചില മാന്യതയും മര്യാദയും ഒക്കെ നമ്മൾ പാലിക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മിമിക്രി ഒന്നും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഈ ആഭാസമായി പോകാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പേക്കൂത്തായി പോകുന്നു എന്ന് വിശ്വാസികൾക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് കോടതി പറഞ്ഞത് സിനിമാ പാട്ട് എന്തിനാണ് ഭക്തിഗാനം പോലെ, കോടതി ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റ് വേറെയാണ്. യേശുദാസ് മുതൽ ഇവിടെ ഉള്ള എല്ലാ ഗായകരും അമ്പലപ്പറമ്പുകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഗാനമേളകൾ ശ്രീ അനിൽ നരേന്ദ്രൻജിയുടെ വെർഡിക്റ്റിലെ സിനിമാ പാട്ടെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സിനിമയിൽ എത്രയോ നല്ല ഭക്തിഗാനങ്ങളുണ്ട്, ആ ഭക്തിഗാനങ്ങൾ പാടേണ്ടതാണോ? അങ്ങനെ ആ അർത്ഥത്തിലല്ലല്ലോ. അതായത് കോണ്ടെക്സ്ച്വൽ ആയിരിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം എന്ന രീതിയിലാണ് നമ്മൾ വായിക്കേണ്ടത്. ചർച്ചയിലേക്ക് വേണ്ടി പി കെ ഗോപൻ, ഈ കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വേണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടാം. ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ച് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന വളരെ സ്വാഗതാർഹമായ ചില കാര്യങ്ങളുണ്ട്. പണപ്പിരിവ് നടത്തുന്നതിനെ കുറിച്ചടക്കം, ഞാൻ ഒരു ക്ഷേത്രത്തെക്കുറിച്ചല്ല പറയുന്നത്,
മോശമായ നിലയിൽ ശരിയല്ലാത്ത പ്രവണതകൾ ഈ ആഘോഷങ്ങളിലേക്ക് കടന്നു വരികയും അത് പലപ്പോഴും പൊതുശല്യം തന്നെ ഉണ്ടാക്കുകയും ചിലപ്പോൾ അപകടങ്ങൾക്ക്, വലിയ വെടിക്കെട്ട് അപകടങ്ങളും ആനയിടഞ്ഞുള്ള അപകടങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പണ്ട് എത്രയോ കാലം മുമ്പ് ശ്രീനാരായണ ഗുരു കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞൊരു നാടാണ് നമ്മുടേത്. പക്ഷേ ഈ പറഞ്ഞ മാത്സര്യം കൂടുകയും വല്ലാത്ത ആഘോഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ സമീപകാലത്ത് തന്നെ കണ്ടു. അപ്പോൾ എങ്ങനെ ക്ഷേത്രോത്സവങ്ങളൊക്കെ നടക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവായ ചർച്ച, ഇത് ഡിബേറ്റായി മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, അതിനോട് 100% യോജിക്കുന്നു. അങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ ഇത് കാരണമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ക്ഷേത്ര കാമ്പൗണ്ടിന് പുറത്ത് നടക്കുന്ന ഉത്സവങ്ങളിൽ എന്തെല്ലാം സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. അത് ആനയുടെ പ്രശ്നമോ വെടിക്കെട്ട് പ്രശ്നമോ മാത്രമല്ല, മറ്റൊരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ട ഉത്സവ പറമ്പുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പേരുള്ള സംഘർഷങ്ങൾ, കരക്കാർ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇതെല്ലാം ഉത്സവത്തിൻ്റെ ഭാഗമായി പോലീസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ചർച്ച ചെയ്യുന്നതിന് നമുക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ ഉയർത്തിയ 1-2 പ്രശ്നങ്ങളോട് പ്രതികരിക്കണം. ഒന്ന്, അങ്ങ് ആവർത്തിച്ച് ചോദിച്ചു BJPയുടെ പ്രതിനിധിയോടും, നിങ്ങളുടെ കൊടി ഉയർത്താതിരിക്കുമോ എന്ന്. അദ്ദേഹം മറുചോദ്യം ചോദിച്ചപ്പോൾ അങ്ങ് പ്രതികരിച്ചില്ല. BJPയുടെ കൊടി ഉയർത്തുന്ന കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇക്കാലത്ത് ആർക്കാ മനസ്സിലാകാത്തത്? 52 സംഘടനകളുണ്ട് സംഘപരിവാർ. അതിൽ BJPക്ക് ജന്മം കൊടുത്ത സംഘടനയാണ് RSS. RSSൻ്റെ കൊടി ഉയർത്തില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം അവിടെ വിശ്വാസവും ആചാരവും മറ്റു പ്രശ്നങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ RSSൻ്റെ വകയാണ് ക്ഷേത്രങ്ങളെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നത്. ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തേ മതിയാവൂ. RSS ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംഘടനകളുടെ കൊടി, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ക്ഷേത്രങ്ങളിൽ പാടില്ല എന്നിടത്ത് CPM ഉറച്ചു നിൽക്കുന്നു, 100% ഉറച്ചു നിൽക്കുന്നു. RSSൻ്റെ കൊടി ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റാൻ തയ്യാറാവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ അവർ അഡ്രസ്സ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ചർച്ച ചെയ്യത്തുമില്ല. രണ്ടാമത്തെ പ്രശ്നം, ശ്രീ GV ഹരി, അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിൽ യോജിക്കുന്ന ഒരുപാട് പോയിന്റിൽ അദ്ദേഹം എത്തി, സന്തോഷം. പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ഷേത്രകലകൾ മാത്രം മതി ക്ഷേത്രോത്സവങ്ങളിൽ. ഇത് കോൺഗ്രസിൻ്റെ നിലപാടായിട്ട് പറയുമോ? ക്ഷേത്രകലകൾ മാത്രമായിട്ട് ക്ഷേത്രോത്സവങ്ങളിൽ പരിപാടി നടത്താൻ പറ്റുമോ? ഇവിടെ ആയിരക്കണക്കിന് ഗാനമേള ട്രൂപ്പുണ്ട്, മിമിക്രി ട്രൂപ്പുണ്ട്, നാടക ട്രൂപ്പുണ്ട്, ബാലെ ട്രൂപ്പുണ്ട്. ഉത്സവങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാവരും ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി അമ്പലത്തിന് പുറത്ത് ഇത്തരം പരിപാടികൾ നടത്തുന്നതാണ്. ആ പരിപാടികൾക്കകത്ത് ഒരു ചിട്ടയോ അതിനകത്ത് എന്തെങ്കിലും ഒരു പെരുമാറ്റച്ചട്ടോ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ അങ്ങനെ എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ക്ഷേത്രകലകൾ, ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, ക്ഷേത്രകലകൾ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ മുൻകൈ എടുക്കുന്ന ഒരാളാണ് ഞാൻ. കഥകളി ആയാലും കൂടിയാട്ടമായാലും കൂത്തായാലും. ഇപ്പോൾ കൊല്ലത്ത് നടന്ന CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ എത്ര ക്ഷേത്രകലകൾ അവതരിപ്പിക്കപ്പെട്ടു എന്നറിയാവോ? ഞങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക വേദികളിൽ ധാരാളം, ഞാൻ കഥകളി സംഘാടകൻ കൂടിയാണ്, കഥകളി നടത്തിപ്പുകാരനാണ്, കഥകളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ഷേത്രത്തിലും മറ്റ് ആരാധനാലയത്തിലും സംസാരിക്കാൻ പോകുന്ന ആളാണ്. അവിടെ എങ്ങും ചെന്ന് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയവും ഞാൻ പറയാറില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അവിടെ അവർ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയൊക്കെ ചെന്നിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ, അത് പള്ളിയിലും പോകുന്നുണ്ട്, ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട്. അതുകൊണ്ട് അതല്ല അവിടുത്തെ പ്രശ്നം. മൂന്നാമത്, ഈ ബലികുടീരങ്ങളെ എന്നുള്ളത് ബഹുമാന്യനായ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ അത് വിപ്ലവഗാനമായിട്ട് അതിനെ ചുരുക്കി ചിത്രീകരിക്കുക. വിപ്ലവഗാനം എന്നുള്ളത് ചുരുങ്ങിയ ഒരു സംഭവം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ബലികുടീരങ്ങളെ ഉണ്ടാവുന്നത് CPMുമായി ബന്ധപ്പെട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. കേരളത്തിലെ ഒരു 10,000 ക്ഷേത്രങ്ങളിലെങ്കിലും പാടിയ പാട്ടാണ് ബലികുടീരങ്ങളെ. അത് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി വരുമ്പോൾ ദേവരായം മാഷ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഒരു ഗാനമാണത്, ബലികുടീരങ്ങളെ. അത് അതിമനോഹരമായ ഗാനമാണ്. അത് പിന്നീട് KPSC അവരുടെ നാടക ഗാനത്തിൻ്റെ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ അവതരണ ഗാനമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. കേരളം കണ്ട ഏറ്റവും മികച്ച നാടക അവതരണ ഗാനമായിട്ട് ഇപ്പോൾ അതിനെ പരിഗണിക്കുന്നുണ്ട്. അത് ചെങ്കൊടി ഉയർത്തുന്ന കാര്യമൊന്നും അത് പറയുന്നില്ല. എത്ര ക്ഷേത്രങ്ങളിലാണ് ബലികുടീരങ്ങളെ പാടിയത്? എന്താ ഇപ്പോൾ ബലികുടീരങ്ങളെ വിപ്ലവഗാനമായി മാറിയത്? ഇനി പുഷ്പൻ്റെ പാട്ട് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ, ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ഈ പുഷ്പൻ്റെ അനുസ്മരണം അവിടെ നടന്നതാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല അതിനെ സംഘടിപ്പിച്ചത്. അവിടുത്തെ ജനങ്ങൾ പുഷ്പൻ്റെ അനുസ്മരണം സംഘടിപ്പിച്ചു അമ്പലത്തിനകത്ത്. ഞാൻ ആ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആളാണ്. നമ്മളിതിനെ കാണേണ്ടത് അമ്പലങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനത്തെ ആക്കി മാറ്റരുതെന്നുള്ള ചർച്ച നമ്മൾ നടത്തണം.
ആ ചർച്ച നടത്തുമ്പോൾ നമ്മൾ പ്രതിലോമപരമായ കാര്യങ്ങൾ അവിടെ സ്ഥാപിക്കാൻ പരിശ്രമിക്കരുത്. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷേത്രകലകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. കാരണം ഉത്സവ കമ്മിറ്റി വേറെയും ക്ഷേത്ര കമ്മിറ്റി വേറെയുമാണ്. ഉത്സവ കമ്മിറ്റി എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേരുന്ന താൽക്കാലിക സംവിധാനമാണ്. അവരെല്ലാം കൂടെ അവർക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിക്കകത്ത് അമ്പലത്തിന് നിരക്കാത്ത ഒരു കാര്യം വന്നാൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യണം. ശരി, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒന്നും വേണ്ട, ഞങ്ങളത് മാത്രം അവിടെ നിന്നാൽ മതി. അതിന് പുതിയ പേര് കൊടുക്കുക. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, RSS രാഷ്ട്രീയ പാർട്ടിയല്ല. അതുകൊണ്ട് RSSന്റെ കൊടി ഉയർത്താം. എന്ത് ന്യായമാണ് അതിലൂടെ പറയുന്നത്? ഇനി വിശ്വാസികളുടെ പ്രശ്നം, ഞങ്ങൾക്കാർക്കും വിശ്വാസമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികൾ മാത്രമേ ആരാധനാലയങ്ങളിൽ പോകുന്നുള്ളൂ, അല്ലാത്തവരോടെ പോകാറില്ല. ഗുരുവായൂർ അമ്പലത്തിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷത്തിന് കയറാൻ അവസരം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ആർക്കെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ? അന്ന് ആ സമരം അവിടെ നിന്ന് കോൺഗ്രസ് നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും എല്ലാം കൂടി നടത്തിയതാണ് ഗുരുവായൂർ അമ്പലത്തിലെ സമരം. അന്ന് ആ അമ്പലത്തിൽ കയറണ്ടെന്ന് വാദിച്ചവരുടെ പിൻഗാമികളെ നമ്മൾ RSS എന്ന് പറയുന്നേ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്നേ. അപ്പൊ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് സംഭാവനയാണ് ഗുരുവായൂരിലെ പ്രവേശനം. ശരി, നമ്മൾ അത്രയും പഴയ കാര്യങ്ങളിലേക്കൊക്കെ പോകണോ? അല്ല, അതിലേക്ക് വരാം. കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ശരി, അന്നേ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ശരി ശരി ശരി. കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് 920 സാർ വന്നത്. 931 ഈ സമരം കൃഷ്ണപിള്ളയൊന്നും കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് 1934-35 കാലഘട്ടത്തിലാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഇടതുപക്ഷക്കാരാണ് അവര്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വന്നതും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ശേഷമാണ്. അല്ല, അത് നമ്മുടെ അങ്ങനെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ 37 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വരുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ പൊട്ടിപ്പുറപ്പെട്ടതല്ല കോൺഗ്രസ്. ഗുരുവായൂർ സത്യാഗ്രഹം ഇതൊന്നും തർക്ക വിഷയമല്ല, ഞാൻ തർക്ക വിഷയമാക്കി പറഞ്ഞതല്ല. അതിന്റെ ഭാഗമായിട്ടാണ് EMS, കൃഷ്ണപിള്ള, AKG ഒക്കെ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ശരി, അല്ല, ഞാൻ അതിനെ തർക്ക വിഷയമായി ഉന്നയിച്ചതല്ല. അമ്പലത്തിന്റെ സമരത്തിൽ ഒരു പങ്കുമില്ലെന്നൊക്കെ അങ്ങ് വാദിച്ചെടുക്കാതെ അത് കേരളം അംഗീകരിച്ച കാര്യമാണ്. അത് ബഹുമാന്യനായ അഭിലാഷ് വാദിച്ച് ഞാൻ അങ്ങനെ ഒന്നും വാദിച്ചില്ല സാർ. അങ്ങ് ഈ നിരർത്ഥകമായ തർക്ക വിതർക്കങ്ങളിലേക്ക് കടക്കല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ P. കൃഷ്ണപിള്ളയ്ക്കും AK ഗോപാലിനും ഒക്കെ വലിയ നേതൃപരമായ പങ്കുണ്ടായിരുന്നു. AKG അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. കൃഷ്ണപിള്ള മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയെന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഈ നേതാക്കളൊക്കെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായി എന്നുള്ളതും ചരിത്രമാണ്. ഞാൻ അങ്ങനെ നിങ്ങളുടെ എന്താ പറയാ സംഭാവനയെ നിരാകരിച്ചതല്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതാണ്. അത് തർക്ക വിഷയമായി എടുക്കേണ്ടത്. ശ്രീനാരായണ ഗുരു കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ സാർ അവിടെ പങ്കെടുത്തത്? അല്ല, ഞാൻ പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ശ്രീനാരായണ ഗുരു പങ്കെടുത്തത് കോൺഗ്രസ് അങ്ങനെയല്ല. അതിൽ കോൺഗ്രസ്സുകാരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങ് വെറുതെ ഈ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോലെ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു, അത് തുടങ്ങിയത് ആ മഹാത്മാഗാന്ധി അയിത്തോച്ചാടനം പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി അന്നത്തെ KPCCയുടെ ഭാഗമായ ഒരു തീരുമാനം അനുസരിച്ചാണ്. അതിനുശേഷം KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇതൊക്കെ ചരിത്രമാണ്. നമ്മൾ എന്തിനാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത്? എനിക്ക് ഈ കാര്യത്തിൽ ചരിത്രപരമായി ഈ നേതാക്കളുടെ ഒന്നും പങ്കിനെ കുറിച്ച് എതിരഭിപ്രായമില്ല. എതിരഭിപ്രായം ഉണ്ടെങ്കിലല്ലേ തർക്കത്തിന് പ്രസക്തിയുള്ളൂ. എതിരഭിപ്രായം ഉണ്ടെങ്കിലല്ലേ തർക്ക വിഷയം. ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കാതെ EMS KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ടില്ല. KPCCയുടെ സെക്രട്ടറി സെക്രട്ടറി വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ ഭാരവാഹിയായിരുന്നല്ലോ. ഇല്ല സാർ, KPCCയുടെ ഭാരവാഹിയായിരുന്നല്ലോ. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അദ്ദേഹം ആത്മകഥ എഴുതുമ്പോഴും KPCCയുടെ ഭാരവാഹിയായിരുന്നല്ലോ. ജനറൽ സെക്രട്ടറി. ഓക്കെ, ഇതിപ്പോ വൈസ് പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ എന്നുള്ളതൊക്കെ ഒരു വലിയ തർക്കമാണോ? അതാ പറഞ്ഞത്. P. കൃഷ്ണപിള്ള ഉൾപ്പെടെ P. കൃഷ്ണപിള്ളയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹം സമരം നടത്തുമ്പോൾ അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല, സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുത്തു. ശരി, ആവട്ടെ. ഞങ്ങൾക്ക് ആ പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരി, അതുകൊണ്ട് അമ്പലത്തിൽ വിശ്വാസികൾ അല്ലാത്തവരാ കയറി നിരങ്ങുന്നത് എന്നാണ് ഇവിടെ വാദിച്ചത്. ശരിയല്ല. ഞങ്ങളുടെ വിശ്വാസികൾ മാത്രമേ അമ്പലത്തിൽ പോകുന്നുള്ളൂ, അല്ലാത്തവർ പോകുന്നില്ല. ഞാൻ അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു സംഭവം പറയാം. ശിവദാസ മേനോൻ സാർ പറഞ്ഞൊരു സംഭവം പറയാം, അങ്ങ് അനുവദിക്കുമെങ്കിൽ. പെട്ടെന്ന് പറയാം. ശിവദാസ മേനോൻ ഒരു ഉത്സവ സ്ഥലത്ത് കൂടി കാറിൽ പോവുമായിരുന്നു. അപ്പോൾ ഉത്സവത്തിൽ ബ്ലോക്കായി, മുമ്പോട്ട് പോകാൻ കഴിയാതായി. അപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ വേഷം കെട്ടി, പാലക്കാട് ജില്ലയിലാണ്, ദൈവങ്ങളുടെ വേഷം കെട്ടി അതിന്റെ മുമ്പിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹനുമാൻ വേഷത്തിൽ ഒരാൾ വന്നിട്ട് ശിവദാസ മേനോന്റെ കാറിന്റെ ചില്ലിൽ തട്ടിയിട്ട് പറഞ്ഞു, കാറിന്റെ ചില്ല് താഴ്ത്തി. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ കൊട്ടിനകാല ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് ശിവദാസ മേനോനെ കടത്തിവിട്ടു. എന്ന് പറഞ്ഞാൽ ഉത്സവ പറമ്പിൽ ബ്രാഞ്ച് സെക്രട്ടറി ദൈവത്തിന്റെ വേഷം കെട്ടിപ്പോലും ഇത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അമ്പലത്തിലെ ഉത്സവത്തിൽ നിന്ന് മാറി നിൽക്കുകയോ
വിശ്വാസികളല്ലാത്ത പൂജാരിമാരായിട്ട് വരെ ഉണ്ട്. പെരുമാറുകയല്ല ചെയ്യുന്നേ. അത് തെറ്റായ വ്യാഖ്യാനമാണ്. ശരി, എന്തായാലും അല്ല, അത് ഞാനും അതിനോട് യോജിക്കുകയാണ്. ശിവദാസ മേനോന്റെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ ഒരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പോകുമ്പോൾ ഒരു ക്ഷേത്ര മൈതാനത്തായിരുന്നു ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ആ ക്ഷേത്ര മൈതാനത്തിന്റെ അടുത്ത് അവിടുത്തെ ആ ക്ഷേത്രത്തിലെ പൂജാരി വന്നു. അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്ന് പറഞ്ഞതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ പല നാടുകളിലായിട്ടുണ്ട്. അതൊന്നും വലിയ അത്ഭുതകരമായ കാര്യമല്ല, അതൊക്കെ നല്ലത് തന്നെ. അതുപോലെ കേരളത്തിൽ ഇപ്പോഴും പൂജാരിമാര് പാർട്ടി മെമ്പറാ ഉണ്ട്. ഞാൻ എനിക്ക് നേരിട്ട് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് വിശ്വാസം എടുക്കണ്ട, വിലക്ക് എടുക്കണ്ട. അതൊക്കെ സമ്മതിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് വിശ്വാസം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, അതാണല്ലോ വിശ്വാസികൾ കൂടി അവകാശപ്പെട്ട ആരാധനാലയങ്ങൾ. ശരി 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 വേറെ ഒരാൾക്ക് മാത്രമായിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഉത്സവം നടത്താൻ ബന്ധപ്പെടും, ഞങ്ങളവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാം, അതെല്ലാം ചെയ്യാം. ശരി, ഓക്കെ ഓക്കെ. ശ്രീ ജി വി ഹരി, ഇവിടെ ഞങ്ങളെ അങ്ങനെ ഒറ്റപ്പെടുത്തണ്ട. ഇല്ല, അങ്ങനെ ഒന്നും പെടുത്തിയില്ല. ഇവിടെ ശ്രീ ജി വി ഹരി, ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച കുറെ കാര്യങ്ങൾ, ഇപ്പൊ ക്ഷേത്രമായി ബന്ധപ്പെട്ട ആചാരപരമായ കലകൾ, കൂത്തും കൂടിയാട്ടവും ഒക്കെ എല്ലാ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ രാത്രി 8 മണി 9 മണി സമയത്തായിരിക്കില്ല, പലപ്പോഴും പകലോ അതല്ലെങ്കിൽ കുറച്ച് രാവിലെയുള്ള സമയത്തൊക്കെ ആയിട്ട് ക്ഷേത്രകലകളൊക്കെ ക്ഷേത്രങ്ങളിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ വരുന്ന വലിയ ഗാനമേളകൾ, അത്തരം പ്രോഗ്രാമുകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? അത് നമ്മുടെ തന്നെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചു, കേരളത്തിലെ പ്രധാനപ്പെട്ട ഗായകർ, മിമിക്രി ആർട്ടിസ്റ്റുകൾ, സിനിമാ താരങ്ങൾ, ഇവരൊക്കെ ഈ ഉത്സവ പറമ്പുകളിലെ സദസ്സുകളിൽ നിന്ന് വളർന്നു വന്ന് കുറെ കൂടി വലിയ നിലകളിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴും അവർ അത്തരം പ്രോഗ്രാമുകൾക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് എന്നൊരു കാര്യം കൂടി ഉത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ, അതിനെ നിഷേധിക്കുന്നത് എന്തിനാണ്? അതിന് ചില നിബന്ധനകളൊക്കെ ആകാം, വല്ലാതെ മോശമായി പോകരുത് എന്നല്ലേ പറയാൻ പറ്റൂ. ഷഹരി, അഭിലാഷേ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അഭിലാഷേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സംവിധാനം, എനിക്ക് തോന്നുന്നു എന്തോ ഒരു കണക്ഷൻ എറർ ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അങ്ങനെയാണ് ഞാൻ അങ്ങയിലേക്ക് അത് ശരിയാക്കിയതിന് ശേഷം വരാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് അദ്ദേഹത്തിനെ മ്യൂട്ട് ചെയ്തോളൂ. ശ്രീ ഉല്ലാസ് ബാബു, നേരത്തെ ഞാൻ അങ്ങയോട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ ഗോപനും ഉന്നയിക്കുകയുണ്ടായി. എന്തിനാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ആവട്ടെ അതിന്റെ സ്വാധീനം ആരാധനാലയങ്ങളിൽ, അപ്പൊ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യം ഒരു പ്രസ്ഥാനത്തിനുമില്ലല്ലോ. അപ്പോൾ RSSനെ ഇത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്, സാംസ്കാരികമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവസരം വേണമെന്ന് പറഞ്ഞാൽ അതും രാഷ്ട്രീയവൽക്കരണമാണ്. ഇതിനകത്ത് എല്ലാവരും മാറി നിൽക്കുക, ക്ഷേത്രങ്ങൾ എല്ലാവരും കൂടി നടത്തട്ടെ, BJP-കാരും കോൺഗ്രസ്സുകാരും CPM-കാരും വേറെ പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടി നടത്തട്ടെ, രാഷ്ട്രീയമായ കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റി നമുക്ക് പുറത്ത് ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അഭിലാഷ്, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടെ ആരാധന തീർപ്പ് പറഞ്ഞിട്ടുള്ളത്. അഭിലാഷൻ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ചർച്ച ചെയ്യുന്ന വിഷയത്തിന് കാതലായിട്ടുണ്ടായ കാര്യം എന്താണ്? ആ കാതലായിട്ടുണ്ടായ കാര്യം എന്ന് പറയപ്പെടുന്നത് തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ഗാനമേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അവിടെ വലിയ ലൈറ്റും സൗണ്ടും സംവിധാനമൊക്കെ ആയിട്ട് പാട്ട് പാടുന്ന സമയത്ത് DYFIയുടെയും CPM-ൻ്റെ അരിവാൾ ചുറ്റുക നക്ഷത്രം അടക്കമുള്ള കാര്യങ്ങൾ LED വാളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവരുടെ പാർട്ടി സമ്മേളനത്തിൽ നടത്തേണ്ട ഒരു പരിപാടി പോലെയുള്ള ഒരു ഗാനം അവിടെ ആലപിക്കുന്നത്, അത് ക്ഷേത്ര ഉത്സവത്തിൽ രണ്ട് വിഭാഗക്കാർക്കും അല്ലെങ്കിൽ അതിന് പല വിശ്വാസങ്ങളും പല രാഷ്ട്രീയമുള്ള ആളുകൾക്ക് അത് വിരോധം ഉണ്ടാകും. അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്, സ്വാഭാവികമല്ലേ. അത് ഇവിടെ പാടേണ്ടതല്ലോ, പാർട്ടി സമ്മേളനത്തിൽ പാടേണ്ട കാര്യങ്ങളല്ലേ, അത് അവിടെ പാടട്ടെ. പിന്നെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പുറമേ നടക്കുന്ന പരിപാടികൾ നോക്കൂ, നമ്മളൊരു ക്ഷേത്രത്തിൽ കൊടി കയറി ഒരു 5 ദിവസം 7 ദിവസം 10 ദിവസമൊക്കെ പുറത്ത് വിവിധ പരിപാടികൾ നടക്കുന്നത്, അത് ഉപജീവനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നിരവധി കലാകാരന്മാരുടെ കാര്യങ്ങളുണ്ട്, സാംസ്കാരികോത്സവങ്ങളാണ്. ഒരു സാംസ്കാരികോത്സവങ്ങൾ നടക്കുമ്പോൾ ആ നാട്ടിലെ ഗ്രാമങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരു ഒത്തുകൂടം ഉണ്ടാവും. അവിടെ ബലൂൺ കച്ചവടം പൂരത്തിൻ്റെ ആചാരമൊന്നുമല്ലല്ലോ. എന്തിനാണ് എല്ലാ ഉത്സവങ്ങളിലും ബലൂൺ കച്ചവടം, പൊരി കച്ചവടം, അലുവയൊക്കെ വരുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു ഉപജീവന കാര്യങ്ങളാണ്, ഒരുപാട് പേരുടെ ജീവിത മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇത് സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നതും വിവിധ കലാപ്രകടനങ്ങൾ നടക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനകത്ത് അജണ്ടിക്കലായിട്ട് അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള സൂത്രപ്പണികൾ ചെയ്യുന്നിടത്താണ് പ്രയാസമുണ്ടായത്. നമ്മൾ പലപ്പോഴും ചർച്ചയിൽ സബ്ജക്റ്റിൽ നിന്ന് ചർച്ച ചെയ്യൂ എന്ന് അഭിലാഷ് പറയാറില്ലേ? സബ്ജക്റ്റിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ തിരുവാതിരോത്സവത്തിന് ഇവരുടെ പാർട്ടി ഗ്രാമമായിട്ട് കൊണ്ടു നടക്കുന്ന ഇവരുടെ സംവിധാനത്തിൽ ഇവർ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. പിന്നെ ശ്രീ ഗോപൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസികളുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, ശിവദാസ മേനോനെ കടത്തി വിട്ടത് ബ്രാഞ്ച് സെക്രട്ടറി
നടന്നു, ദൈവത്തിന്റെ വേഷം കെട്ടി. നല്ല കാര്യം ചേട്ടാ. പക്ഷേ ഇതേ പാർട്ടി തന്നെയാണ് ഗണപതിയെ കുറിച്ച് പറഞ്ഞതും, ഇതേ പാർട്ടി തന്നെയാണ് ഗണപതി ഹോമം നടത്താൻ പാടില്ല പാർട്ടി മെമ്പർമാരെന്ന് പ്രഖ്യാപിച്ചതും, ഇതേ പാർട്ടി തന്നെയാണ് ഹിന്ദു ആചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതും, ഇതേ പാർട്ടി തന്നെയാണ് അയ്യപ്പനെ കടുക്കാവെള്ളം കുടിപ്പിക്കാൻ പറഞ്ഞതും, ഇതേ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് സ്ത്രീകൾ ഈറനെടുത്തു വരുന്ന സമയത്ത് തിരുമേനിമാരെ ആകർഷിക്കാനാണെന്ന് പറഞ്ഞതും, ഇതേ പാർട്ടിക്കാർ തന്നെയാണ് ഈ വിശ്വാസങ്ങൾക്ക് നേരെ മോശമായി പ്രവർത്തിക്കുന്നതും. എൻ്റെ ഗോവൻ ചേട്ടാ, എൻ്റെ നാട്ടില് അയ്യപ്പന് വെളിച്ചപ്പാടായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം അയ്യപ്പേട്ടൻ മൂപ്പര് CPM-ന്റെ ടാറ്റ് കുത്തിയിട്ടാണ് ഇത്തവണ വെളിച്ചപ്പാടായി പോകും. ഞാൻ കണ്ടല്ലോ, ഞാൻ അതിൽ അംഗീകരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പരിപൂർണമായി അംഗീകരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു, അതിലൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ ഉപദേശിക്കലും ഒപ്പം തന്നെ പറ്റിക്കലും അതും ഒരേപോലെ നടപ്പിലാക്കുന്ന രീതിയാണ് തെറ്റ്. ക്ഷേത്രങ്ങളെയും ക്ഷേത്ര അങ്കണങ്ങളെയും ക്ഷേത്ര ഉത്സവങ്ങളെയും അവനവന്റെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ മേഖലയാക്കി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിടത്താണ് ഈ ചർച്ച നടത്തേണ്ടി വന്നത്, അല്ലേ അഭിലാഷേ? പിന്നെ RSSന്റെ കൊടി ഉയർത്തുന്നു. RSS ഒരു ക്ഷേത്രത്തിലും കൊടി ഉയർത്തിയിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുക എന്ന് പറയപ്പെടുന്നത് ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ BJP-യോ RSS-ഓ കോൺഗ്രസോ CPM-ഓ ഇല്ല സാർ. അത് ക്ഷേത്രത്തിന്റെ അതിന് അർഹതപ്പെട്ട ആളുകൾ, അതിന്റെ പൂജാവിധി ചെയ്യുന്ന ആളുകൾ ആ കൊടിമരത്തിന് കൃത്യമായിട്ട് ആ കൊടി ഉയർത്തി ക്ഷേത്രത്തിന്റെ ഉത്സവത്തെ വിളിച്ചോതുന്ന ആ ദിവസത്തിന്റെ പ്രവൃത്തി നടത്തുന്നതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്തി എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അത് അംഗീകരിക്കുകയും സാധ്യമാകില്ല. കൊടിമരത്തിൽ കൊടി ഉയർത്തിയെന്നല്ല, ഉത്സവമോ പരിപാടിയൊക്കെ നടക്കുമ്പോ ഈ പോസ്റ്റിലും ആ ചുറ്റുവട്ടത്തെ മുഴുവൻ കൊടി കുത്തി വെക്കുന്നതിനെ പറ്റിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാവിക്കൊടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് കാവിക്കൊടി RSS മാത്രം ഉപയോഗിക്കുന്നതല്ല അഭിലാഷ്, അത് തെറ്റിദ്ധാരണ. ഗോവൻ ചേട്ടാ, കാവിക്കൊടി RSS മാത്രം ഉപയോഗിക്കുന്നതല്ല. കാവിക്കൊടി എന്ന് പറയപ്പെടുന്നത് അത് ഹിന്ദു ആചാര്യന്മാരും അതുപോലെ തന്നെ സന്യാസിവര്യന്മാരും അതുപോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന കളർ തന്നെയാണ്. അതിന് നിങ്ങൾ ഈ ചമല കളർ കണ്ട ജാതി കോടിയല്ലെന്ന് കളറാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അവർ തലയിൽ നടക്കാന്ന് പറയാൻ മാത്രം. അതല്ല നിങ്ങൾ ഒളിച്ചു കിടക്കല്ല, ഒളിച്ചു കളിക്കല്ല, ഒളിച്ചു കിടക്കല്ല. അതാണ് പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങൾ ക്ഷേത്രാചാരങ്ങളൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഈ കേരള സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ക്ഷേത്രങ്ങളോട് ചെയ്തിട്ടുള്ള നീതികേടൊന്നും ഞങ്ങൾക്ക് ഈ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരണം സാധ്യമല്ല. പക്ഷേ ഒരു ചർച്ച 1 മണിക്കൂർ വെച്ചാൽ അഭിലാഷേ ഗണപതി ഹോമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങളല്ലേ? ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീർ നിങ്ങളാണല്ലേ? അയ്യപ്പനെ കടുക്കാവെള്ളം കുടിപ്പിക്കണമെന്ന് പറഞ്ഞ സീമ നിങ്ങളാണല്ലേ? പിന്നെ എന്താ പറഞ്ഞത്? നമ്പൂതിരിയുടെ അടിവസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ സുധാകരൻ നിങ്ങളാണല്ലേ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ TNCമ പറഞ്ഞില്ലേ? TNCമ പറഞ്ഞിട്ട് സാർ ശ്രീമതി ടീച്ചറാണ് സാർ ഈറനെടുത്ത് വന്ന സ്ത്രീകൾ തൊഴുന്ന സമയത്ത് ഈറനെടുത്ത് വന്ന് അമ്മമാർ തൊഴുന്ന കാര്യത്തെ ശ്രീമതി സുധാകരനാണ് സാർ. നമ്പൂരിയാക്കളുടെ അടിവസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ സുധാകരനാണ് സാർ. നിങ്ങളുടെ ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ് സാർ. ഇനിയിപ്പോ നമുക്ക് അതിൽ മുഴുവൻ തർക്കിച്ച് ഇപ്പോ ഉണ്ടായ ഒരു സമവായത്തെ തകിടം മറിക്കണ്ട. ആവട്ടെ ശരി. അല്ല, ക്ഷേത്രാങ്കണം ആരുടെയും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കരുത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ശരി. ഓക്കെ, അവിടെ ഞാൻ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു സെക്കൻഡ് ഞാൻ വരാം. ശരി, ഓക്കെ, ആവട്ടെ. ഞങ്ങളുടെ തലയിൽ വെക്കണ്ട. ഇല്ല, ആവട്ടെ. ഇനിയിപ്പോ അതൊന്നും ചർച്ച ചെയ്ത് ഇപ്പോ ശ്രീ രാഹുൽ പറയും. അഭിലാഷ് സത്യം പറ. എന്താണ് അഭിലാഷ് സത്യം പറ. നമ്പൂതിരിയാക്കളുടെ അടിവസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ സുധാകരനെ കുറിച്ച് പണ്ട് അച്യുതാനന്ദന്റെ കാലത്ത് ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പോസിറ്റീവ് നോട്ടിൽ, അതായത് അതെ, അത് പറഞ്ഞതിന്റെ ഒരു സെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെയാണ്. അതിന് നമ്മൾ അങ്ങനെ ഒരു മതവിശ്വാസത്തെ ഹരിക്കാനൊന്നുമല്ല. ഒരു കാര്യം, സുധാകരൻ സാർ അങ്ങനെ ഗണപതിയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഗണപതിയെ കുറിച്ച് ഉല്ലാസ് ബാബു പറയണം നുണയാണോ? അത് ഗണപതിയെ മോശമായി ചിത്രീകരിക്കാനൊന്നും അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ ആ സമയത്ത്. പറയൂ. പാടില്ല എന്ന് നിങ്ങളുടെ പാർട്ടി രേഖ പറഞ്ഞിട്ടില്ല.
വിഷയത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ പറയാം. സുധാകരൻ സാറിന്റെ ഞാൻ ചലഞ്ച് ചെയ്യാം. CPM-ന്റെ രേഖയ്ക്കകത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൊത്തത്തിൽ കാര്യങ്ങൾ പറയും. നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയേണ്ട ഒരു വിഷയം മാറി നമ്മൾ സമാധാനം ഉണ്ടാക്കാനുള്ള ചർച്ചയല്ല. പാലക്കാട് നടന്നിട്ടുള്ള ഗോവൻജിയല്ല ഇതിൽ ഒരു കാര്യം അല്ല. സുധാകരൻ സാർ പല കാര്യങ്ങളും ഭാവിട്ട് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ സുധാകരൻ സാറിന്റെ പ്രവർത്തികളെ അടുത്ത് നോക്കി കണ്ട വ്യക്തി എന്നതിലേ പറയുക. നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പറച്ചിലിനോട് വിയോജിപ്പാണ്. അദ്ദേഹം എന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമേരിക്കൻ ചാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ നാട്ടിലുണ്ടായ മികച്ച ദേവസ്വം മന്ത്രിയാണെന്ന് ശത്രുക്കൾ പോലും അംഗീകരിക്കും. കാര്യം അഴിമതിയില്ല, ഒട്ടും കറപ്റ്റ് അല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ചില ആൾക്കാരുടെ സമീപനം പേരെടുത്ത് തന്നെ പറയാം. ഒന്ന് നമ്മുടെ CPM-ലെ പത്മകുമാർ സാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയാണ്, വിശ്വാസി എന്ന രീതിയിലാണ് അദ്ദേഹം കൂടുതൽ പെരുമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അല്ലെങ്കിൽ ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ. ഒരുപാട് നല്ല മാതൃകകൾ എല്ലാ പാർട്ടിയും നമ്മുടെ ഉള്ളിലുണ്ട്. അവർ സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം അമ്പലത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പോലും മറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പ്രയാർ സാർ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ പുള്ളിയെ സ്ഥിരം കോൺഗ്രസ്സുകാർ സംഗീതം വിളിച്ചുകൊണ്ടിരുന്നത്. കാര്യം അദ്ദേഹത്തിന് ഈ ഹിന്ദു സ്പിരിറ്റ് ഉള്ളത് കാരണം. അല്ലെങ്കിൽ പത്മകുമാർ സാറിനെ ആ അവസരത്തിൽ ഒരുപാട് പേര് ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കുമ്മനം ചേട്ടൻ അടക്കം NK പ്രേമേന്ദ്രൻ സാറ് ബില്ല് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ചില ആൾക്കാർക്ക് എതിർപ്പുണ്ടായിട്ട് കുമ്മനം ചേട്ടൻ പറഞ്ഞു ബില്ല് ശബരിമലയ്ക്ക് അനുകൂലമായി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അപ്പൊ നമ്മുടെ അമ്പലമാകട്ടെ പള്ളിയാകട്ടെ ഇവർക്കെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്പേസ് നൽകാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. കാര്യം നമ്മുടെ അമ്പലങ്ങളെ അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് A, B or Cക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഇതിന് അവസാനം കാണില്ല. കാര്യം ശക്തിയുള്ളവനെല്ലാം അവരുടേതായ ചിന്താധാരകളും അവരുടേതായിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് കൊണ്ടുപോകും. പിന്നെ രണ്ട്, നമ്മൾ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുക, നമ്മൾ ക്ഷേത്രവിശ്വാസികളും ചില കാര്യങ്ങളിൽ ചില മിതത്വമൊക്കെ പാലിക്കണം. നേരത്തെ അഭിലാഷിനോട് സംസാരിക്കായിരുന്നു. പലപ്പോഴും നമ്മൾ ഉത്സവം നടത്തുമ്പോൾ ഈ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ വെക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെ ചില കാര്യങ്ങളിൽ സൗണ്ട് ബോക്സിനൊക്കെ എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം പാലിക്കണം. ചില കാര്യങ്ങളിൽ മിതത്വവും പാലിക്കണം. നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊരു തിരിച്ചറിവ് നമുക്കും ഉണ്ടാകണം. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ ചില കാര്യങ്ങളിൽ മോഡറേഷൻ വേണം. പൂർണ്ണമായിട്ട് ആനകളെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇന്നും കൂടെ സുപ്രീം കോടതി നമ്മുടെ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആനകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അവിടെ ചിദാനന്ദപുരി സ്വാമിജി അടക്കം പറയുന്നുണ്ട് അമിതമായി ഇതിന് കാശ് നമ്മൾ ചിലവാക്കരുത്. ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിലും ഉണ്ട്. അത് നമുക്ക് ചാരിറ്റി ചെയ്യാം. എത്രയോ ഹിന്ദു കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാണ്, പട്ടിണിയിലാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസികളെ തന്നെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിന്ദു വിശ്വാസികളെ ആകട്ടെ, ചാരിറ്റി ആകട്ടെ, കൂടുതൽ വിദ്യാധനമാകട്ടെ, അങ്ങനെ കുറെ കൂടെ പോസിറ്റീവായി. ഇത് രാഷ്ട്രീയക്കാർക്കാണ്, ഞങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന 3 രാഷ്ട്രീയക്കാർക്കും, കോൺഗ്രസിനും BJPക്കും CPM-നുമാണ് ചെയ്യാൻ കഴിയുക. ആ നേതൃത്വപരമായ പങ്ക് അവർ വഹിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. GV ഹരി, ഇതിപ്പോ ഗാനമേളയുടെ കാര്യം മാത്രമല്ല, ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ കൂടി ഇടപെട്ടിട്ടുണ്ട്. അതായത് ഈ തോന്നുന്നവരൊക്കെ കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നത്രയും ഫണ്ട് പിരിച്ച് ഓരോന്നും ചെയ്യേണ്ട, ദേവസ്വം ബോർഡിന്റെ സീലുള്ള റെസീറ്റ് ദേവസ്വം ക്ഷേത്രോപദേശക സമിതി വഴി ഫണ്ട് കളക്ഷൻ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടയ്ക്കണം. അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടാണല്ലോ. അല്ലാതെ ഫണ്ട് തോന്നുംപടി ചെലവഴിക്കുകയും തോന്നുംപടി ശേഖരിക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്തിക്കോളൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശുദ്ധീകരണം ആവശ്യമുള്ള മേഖലയാണ്. ഈ ഇടപെടലുകൾ അതിന് പ്രത്യാശാജനകമായ ഒരു ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഉല്ലാസ് ബാബുവിന്റെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് അഭിലാഷിന് അറിയാവുന്ന സ്ഥലമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആൽത്തറ ദേവി ക്ഷേത്രം. ആൽത്തറ വെള്ളയമ്പലം ആൽത്തറ ദേവി ക്ഷേത്രത്തില് ഈ അടുത്ത ദിവസങ്ങളിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തു അവിടുത്തെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർക്ക്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ വെച്ച കൊടി മുഴുവൻ അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ട് സംഘർഷം ഉണ്ടായാൽ അതിന് നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കത്ത് വേണമെങ്കിൽ ആ കത്ത് ഞാൻ ഉല്ലാസ് ബാബുവിന് അയച്ചു തരാം. അപ്പൊ ഉല്ലാസ് ബാബു കുറച്ച് നേരത്തെയായിട്ട് പറയുന്നത് കേട്ടു BJP അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോഴാണ് CPM-ന് തോന്നിയത് ഇപ്പൊ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികളിൽ അഭിലാഷ് നേരത്തെ എന്നോട് പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരുപാട് ആളുകൾ, ജയറാം അടക്കമുള്ള ആളുകൾ, ദിലീപ് അടക്കമുള്ള ആളുകൾ ക്ഷേത്രത്തിലൂടെയാണ് അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവ പറമ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ അതിനൊന്നും നെഗേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആ കാലത്തിന് ശേഷം പിന്നീട് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷമുള്ള പരിപാടികൾ അഭിലാഷ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില മെമിക്രി പരേഡുകളെ കണ്ടു കഴിഞ്ഞാൽ നിന്ന് നമ്മൾ പറയും തൊലി ഉരിഞ്ഞു പോകും. അതൊക്കെയാണ് ഈ ക്ഷേത്ര അമ്പലത്തിനകത്ത് നടക്കുന്നത്. ഇതൊക്കെയാണോ ഇവിടെ ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള മിമിക്സ് പരേഡുകളാണ് ഇപ്പോഴത്തെ അമ്പലങ്ങളിൽ. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ദേവി ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട എന്ന് അവിടത്തെ കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ താങ്കളോട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാവുന്ന കേരള സ്കൂൾ കലോത്സവം.
കേരള സ്കൂൾ കലോത്സവം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പരിപാടികളും അവതരിപ്പിക്കാൻ അവസരമുണ്ടായി. അതിനകത്ത് സിനിമാറ്റിക് ഡാൻസ് അടക്കം ഉണ്ടായി. പിന്നീട് ഇതിനകത്ത് ഒരു അരാജകത്വം കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് അരാജകമാണ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു മാനുവൽ ഉണ്ടാക്കാം. ഒരു മാനുവലിലൂടെ എന്തൊക്കെ പരിപാടികളാകാം, എന്തൊക്കെ പരിപാടികൾ വേണ്ട. ഇപ്പൊ അഭിലാഷ്, നമുക്കറിയാവുന്ന പോലെ വസ്ത്രധാരണം നമ്മളെടുത്ത് പരിശോധിക്കുക. ആഹാരം, വസ്ത്രം, അതോടൊപ്പം തന്നെ ആചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സ്വിമ്മിങ് സൂട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ് കോട്ടൺ സൂട്ട് ഇട്ടുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകത്തില്ല. ഓരോന്നിനും സാമൂഹിക സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു അമ്പലത്തിൽ എന്തൊക്കെ ആകാം എന്നുള്ളതിന് ഒരു ചർച്ച ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ വിധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കും. ഇവിടെ നേരത്തെ രാഹുൽ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരുപാട് മറ്റ് മതങ്ങളിലുള്ള ആളുകൾ അവരുടെ ആരാധനാലയങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ വളരെയധികം തെറ്റായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിന്റെ പേരിൽ നടക്കുന്ന പണപ്പിരിവുണ്ട്. അമ്പലത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ട്രസ്റ്റിന്റെ കാര്യമല്ല. ഇതിന് ചുറ്റുവട്ടത്ത് ഏകദേശം തിരുവനന്തപുരത്തെ ആറ്റുകാൽ അമ്പലത്തിന്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആറ്റുകാൽ പൊങ്കാല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പണം പിരിച്ച് നന്നായി കൃത്യമായി കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ പണം പിരിച്ച് 1 രൂപ പോലും ചെലവാക്കാത്ത ആളുകളെ എനിക്കറിയാം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് പറഞ്ഞത്, ഇതിനൊരു ഓഡിറ്റ് ഉണ്ടാവണം, വളരെ കൃത്യമായ ഓഡിറ്റ് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞു ശ്രീ ഗോവൻ പറഞ്ഞതുപോലെ ഇതിന് 2 കമ്മിറ്റിയാണ്, ഒരു സംശയവുമില്ല. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ പോലും ക്ഷേത്രോപദേശക സമിതിക്ക് കൂടാതെ ഉത്സവ കമ്മിറ്റി. അല്ല, ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമയപരിമിതികളുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. മാത്രമല്ല, താങ്കൾ പറഞ്ഞ അൽത്തറ ക്ഷേത്രം മാത്രമല്ല, ഇപ്പൊ എന്റെയൊക്കെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ തന്നെ, ഇപ്പൊ തൃച്ചംബരം ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ പൂക്കോത്ത് നടന്നോട്ട് BJP ഭരിക്കുന്ന വാർഡാണ് കേട്ടോ. RSSന്റെ കൊടികളുടെ ഇടയ്ക്കൂടെ നൂണ്ട് മാത്രമേ അതിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ പോലും പറ്റൂ. കൊടിമരത്തിൽ കൊടി ഉയർത്തുന്നതിനെ കുറിച്ചല്ല, അതൊക്കെ എല്ലാ ആളുകളും ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്, രാഷ്ട്രീയമായ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ക്ഷേത്രം വിശ്വാസികൾ നടത്തട്ടെ എന്നുള്ള നിലയിൽ തീരുമാനമെടുക്കുകയും വേണം. അതിൽ ഇന്ന പാർട്ടി എന്നുള്ള വ്യത്യാസവുമില്ല. അതൊരു പോസിറ്റീവായ ചർച്ചയായി പരിണമിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്താം. വളരെ നന്ദി 4 പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.